ഇന്ന് പരിശുദ്ധ ഇസ്ലാമിൻ്റെ സംസ്കാരങ്ങളെ ലോകം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്ലാമിൻ്റെ ഓരോ ഭാഗങ്ങളും ജീവോൽപത്തി മുതൽ ഇസ്ലാമിനെ പറ്റി പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ശാസ്ത്ര സമൂഹം വരെ ജീവോൽപത്തി മുതൽ സമുദ്രജലത്തിലെ പ്രോട്ടോപ്ലാസം സംഭവിച്ചിട്ട് അതിൽ നിന്ന് അമീബയുണ്ടാകുന്നു, അതിൽ നിന്ന് ജീവന്റെ ഉൽപ്പത്തി ഉണ്ടാകുന്നു. അതുകൊണ്ട് ജീവന്റെ ഉൽപ്പത്തി വെള്ളത്തിൽ നിന്നാണ് എന്ന് ഇന്ന് ശാസ്ത്രം കണ്ടെത്തി. ഈ ശാസ്ത്രം ജനിക്കുന്നതിന്റെ 14 മുമ്പ് ഇസ്ലാം പരിശുദ്ധ ഖുർആനിലൂടെ നബി തങ്ങൾ സ്വഹാബത്തിനെ കേൾപ്പിക്കുകയാണ്, വജഅൽനാ മിനൽ മാഇ കുല്ല ശൈഇൻ ഹയ്യൻ. എല്ലാ ജീവനുള്ള വസ്തുക്കളെയും നാം പടച്ചത് വെള്ളത്തിൽ നിന്നാണ്. വെള്ളത്തിൽ നിന്നാണ് നമ്മൾ എല്ലാ ജനസ്സുകളെയും വേർതിരിച്ചിരിക്കുന്നത്. അപ്പം ഇതിൽ നിന്ന് തന്നെ കിട്ടി അന്നസമാ വൽ അർള കാനതാ റത്ഖൻ ഫഫതഖനാഹുമാ. നിങ്ങൾ കാണുന്നില്ലേ, ഭൂമി ആകാശം ഈ സാധനങ്ങളെ കൊട്ടിപ്പിടിച്ചതായിരുന്നു. അവിടെയാണ് ബിഗ് ബാങ് തിയറി എന്ന് പറയുന്ന ഒരു പൊട്ടിത്തെറി സംഭവിക്കുന്നത്. ആ പൊട്ടിത്തെറിയിലൂടെ പ്രപഞ്ചം ചിതറിപ്പോകുന്നത്. വ്യാഴം വ്യാഴത്തിന്റെ വഴിക്ക്, ശുക്രൻ ശുക്രന്റെ വഴിക്ക്, യുറാനസ് യുറാനസിന്റെ നെപ്റ്റ്യൂണിന്റെ വഴിക്ക്, ചൊവ്വ ചൊവ്വയുടെ വഴിക്ക്, ചന്ദ്രൻ ചന്ദ്രന്റെ വഴിക്ക്, ഭൂമി ഭൂമിയുടെ വഴിയെ എല്ലാത്തിനെയും നമ്മൾ വേർപ്പെടുത്തി. വജഅൽനാ മിനൽ മാഇ കുല്ല ശൈഇൻ ഹയ്യിൻ. ജീവനുള്ള സകല വസ്തുക്കളെയും നാം പഠിച്ചത് വെള്ളത്തിൽ നിന്നാണ്. അതുകൊണ്ട് മനുഷ്യ നമ്മളൊക്കെ ഇങ്ങനെ കടന്നു വന്നവരാണ്. ഇനി മനുഷ്യന്റെ ഉൽപ്പത്തി ശാസ്ത്രം അതിനെപ്പറ്റി പറഞ്ഞത് സൈക്കോട്ട്, ഒരു തുള്ളിക്കൊണ്ടിരിക്കുന്ന സൈക്കോട്ട്. ഈ ഇന്ദ്രിയ തുള്ളിയിൽ നിന്ന് പിന്നെ ഒരു രക്തപിണ്ഡത്തിലേക്ക് മനുഷ്യൻ മാറുന്നതിനെ പറ്റി. ഖലഖൽ ഇൻസാന മിൻ അലഖ്. മനുഷ്യ, നിന്നെ പഠിച്ചത് അലഖിൽ നിന്നാണ്. മാംസപിണ്ഡമായി നീ മാറുകയാണ്, നുത്ഫത്തായി നീ മാറുകയാണ്. അലം യകുന നുത്ഫതൻ മിൻ മനിയുംനാ. നീ ഒരു ഇന്ദ്രിയത്തുള്ളിയായിരുന്നില്ലയോ മനുഷ്യ എന്ന് അള്ളാഹു ചോദിക്കുന്നുണ്ട്. ഈ ആയത്തിലൂടെ മനുഷ്യോൽപ്പത്തിയെ പറ്റി ഇന്ന് ശാസ്ത്രം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്കൊന്നും അഹങ്കരിക്കാനുള്ള ഒന്നുമില്ല. അള്ളാഹു തആല നമ്മളെങ്ങനെ പഠിച്ച് ശരിക്കും നമ്മളെ അസ്തിത്വം ചിന്തിക്കണം. എല്ലാ ആളുകളിലേക്കുള്ളൊരു ബോധനാണിത്. നമ്മൾ അസ്തിത്വം ചിന്തിക്കണം. ദുനിയാവിൽ അള്ളാഹു തആല നമ്മളെ ഇത്രയും പരിമിതികൾക്കുള്ളിലാണ് നിർത്തിയിരിക്കുന്നത്. ഇത്ര മൈക്രോൺ, ഇതിൻ്റെ അപ്പുറത്തുള്ള വസ്തുക്കളെ നമുക്ക് കാണാൻ കഴിയൂല. റേഡിയേഷൻ അല്ലേ, ഇങ്ങനെ അൾട്രാ വയലറ്റ് രശ്മികളെ പോലും മനുഷ്യന് കാണാൻ സാധിക്കുന്നില്ല. MRI സ്കാൻ നടത്തുമ്പോൾ ഈ വളരെ ഷാർപ്പായിരിക്കുന്ന ഈ രശ്മികളെ കടത്തിവിട്ട് മനുഷ്യ ശരീരത്തിൻ്റെ ഞെണുവിൻ്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന എന്തെങ്കിലും മാരക രോഗത്തിൻ്റെ വൈറസ് ഉണ്ടോ എന്ന് കണ്ടെത്താൻ അൾട്രാ വയലറ്റ് രശ്മികൾക്ക് സാധ്യമാണെങ്കിൽ ആ രശ്മികളെ ചിലപ്പം നഗ്ന നേത്രങ്ങളെ കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അതിൻ്റെ അർത്ഥം ഈ രശ്മികൾ ഇവിടെ ഇല്ല എന്നല്ല. മനുഷ്യ, നിന്റെ കണ്ണിൻ്റെ പരിമിതി അത്രയേ ഉള്ളൂ. അതാണ് അതിൻ്റെ അർത്ഥം. ഇപ്പൊ ഇതാ എറണാകുളം ജില്ലയിൽ കളമശ്ശേരിയുടെ പരിസരത്തായി, അങ്കമാലിയുടെ പരിസരത്തായി 35 ലക്ഷം രൂപയുടെ കവർച്ചയാണ് ഇന്നലെ പുലർച്ചെ നടത്തിയിരിക്കുന്നത്. ഇതര സംസ്ഥാന തൊഴിലാളികളായ 7 അംഗ സംഘം ATM കൗണ്ടർ കുത്തി തുറക്കുകയും ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് ATM കൗണ്ടറിന്റെ ഉള്ളിൽ CCTV ക്യാമറയിൽ പതിയാതിരിക്കാൻ വേണ്ടി ഒരു പ്രത്യേക വിദേശ നിർമ്മിതമായ സ്പ്രേ പെയിന്റ് അടിക്കുകയും അവസാനം അവർ ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് ATM മെഷീൻ പൊളിക്കുകയും ഒരു മെഷീൻ്റെ അകത്ത് നിന്ന് 15 ലക്ഷവും മറ്റൊരു മെഷീൻ്റെ അകത്ത് നിന്ന് വേറെ കുറച്ച് ലക്ഷങ്ങളും മോഷണം നടത്തി അപഹരിച്ച് ഞൊടിയിടയിൽ പ്രദേശം വിട്ടിരിക്കുകയാണ്. ഈ അവസരത്തിലും ഇവരെ പറ്റിയിട്ടുള്ള ഒരുപാട് അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നർത്ഥം. ഇതുമായി ബന്ധപ്പെട്ട് ചുറ്റിപ്പറ്റിയിട്ടുള്ള അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നർത്ഥം. പക്ഷേ പോലീസിനെ ആദ്യമായിട്ട് ആശ്രയിക്കേണ്ടി വന്നത് ഡോഗ് സ്ക്വാഡിനെയാണ്, പോലീസ് നായയെയാണ്. പോലീസ് നായ വരണം. അപ്പോ ആക്കിലും ബാലിയും ഹുറും മുക്കല്ലഫൊക്കെ ആയ എല്ലാവിധ സർട്ടിഫിക്കറ്റ്, അയോധന കലകളിൽ ഇത്രയും പദവി തീർത്ത പോലീസുകാരൻ, ബിരുദാനന്തര ബിരുദത്തിൽ ഇത്രയും വലിയ ക്വാളിഫിക്കേഷൻ നേടിയ പോലീസുകാരൻ, താൻ എല്ലാം ആണ് എന്ന് എല്ലാവരോടും ഒഴിഞ്ഞുകൊണ്ടിരിക്കുന്ന പോലീസുകാരൻ, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ. ആ മനുഷ്യന് നമ്മളെ മതവിശ്വാസ പ്രകാരം തൊട്ടാൽ 7 വട്ടം കഴുകേണ്ട മുഗല്ലലായ നജസ് നായയെ
അതിൻ്റെ ചെങ്ങല പിടിച്ചിട്ട് സഹായം തേടേണ്ടി വന്നു. എവിടെയാണ് പ്രതി, എങ്ങോട്ടാണ് പ്രതി സഞ്ചരിച്ചത്? ഒന്നുമല്ലാത്ത നായയെ നമുക്ക് എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വന്നു? അപ്പം നമ്മുടെ ലോൾഫ്, നമ്മുടെ ബലഹീനതയാണ് അല്ലാഹു തആല നമ്മളെ പഠിപ്പിക്കുന്നത്. ഇൻസാൻ കംസോർ ഹേ. ആ രീതിയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ പോലീസ് നായയാണ് പറഞ്ഞത് ഇവരെ വരെ അവർ സഞ്ചരിച്ചിട്ടുണ്ട്, അവിടുന്ന് നായ എങ്ങോട്ട് തിരിച്ചു വരാ ചെയ്തത്. അപ്പം ആ കാര്യം ഗസ് ചെയ്തിട്ടാണ് പോലീസുകാർ അടുത്ത ഇൻവെസ്റ്റിഗേഷനായിട്ട് മുന്നോട്ട് പോകുന്നത്. അപ്പൊ നായയുടെ നാസാരന്ധ്രങ്ങൾക്ക്, മൂക്കിന് അല്ലാഹു തആല ദുനിയാവിൽ കൊടുത്ത കഴിവ് മനുഷ്യന്റെ നാസാരന്ധ്രങ്ങൾക്ക് കൊടുത്ത കഴിവിന്റെ 99 ഇരട്ടിയാണ്. നമ്മൾ ഗന്ധം പിടിക്കുന്നതിനേക്കാൾ 99 ഇരട്ടി ഗന്ധം പിടിക്കാൻ നമ്മൾ കല്ലുകൊണ്ട് ആട്ടിയോടിക്കുന്ന പേപ്പട്ടിക്ക് സാധ്യമാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. അപ്പൊ ദുനിയാവിന് അല്ലാഹു തആല വാല്യൂ കൊടുക്കുകയാണെങ്കിൽ മനുഷ്യന്റെ വാല്യൂ അല്ലാഹു തആല ഉയർത്തണമായിരുന്നു. ഇല്ല, നമ്മളെ പരിമിതികൾക്കുള്ളിൽ നിർത്തി നമ്മളെ പറ്റി ഒന്ന് ചിന്തിച്ചു നോക്ക്. വേറൊന്നും വേണ്ടല്ലോ. ഈ തുറന്ന നമ്മുടെ ശരീരത്തിന്റെ തുറന്ന സ്ഥലങ്ങളിൽ മനുഷ്യനൊന്ന് കൈ വെക്കാൻ പോലും വയ്യ. കണ്ണിൽ കൈ വെച്ചാൽ മ്ലേച്ഛം, ചെവിയുടെ ഉള്ളിലേക്ക് കണ്ണി ഒന്ന് കൊണ്ടുപോയാൽ മ്ലേച്ഛം, മൂക്കിലേക്ക് കൈ വെച്ചാൽ മ്ലേച്ഛം, വായിലേക്ക് കൈ വെച്ചാൽ മ്ലേച്ഛം, തൊട്ടതെല്ലാം മ്ലേച്ഛം, അകവും പുറവും മ്ലേച്ഛം. അതുകൊണ്ടാണ് ഷാഫി ഇമാമിനോട് ഒരു പട്ടാളക്കാരൻ മുഷ്ടി ചുരുട്ടിയിട്ട് അദ്ദേഹത്തിൻ്റെതായ അഹന്തയോടുകൂടെ സംസാരിച്ചപ്പോ മഹാനായ ഷാഫി ഇമാം അദ്ദേഹത്തോട് തിരിച്ചു പറഞ്ഞു, എന്തിനാണ് സഹോദര എന്നോട് അഹങ്കാരം കാണിക്കുന്നത്? അവ്വലുക നത്ഫത്തുൻ മദിറാ വആഖിറുക ജീഫത്തുൻ ഖദിറാ വഅൻത ബൈനഹുമാ തഹ്മിലുൽ ബദിറാ. അത് വല്ലാത്തൊരു പാഠമായിരുന്നു. അവ്വലുക നത്ഫത്തുൻ മദിറാ വആഖിറുക ജീഫത്തുൻ ഖദിറാ വഅൻത ബൈനഹുമാ തഹ്മിലുൽ ബദിറാ. എന്താണ് അദ്ദേഹത്തോട് പറഞ്ഞത്? പട്ടാളക്കാരാ, എന്തിനാണ് നീ എന്നോട് മൂട്ട് കാണിക്കുന്നത്, ധാർഷ്ട്യം കാണിക്കുന്നത്? ആ ധാർഷ്ട്യം കാണിക്കാൻ എന്ത് അവകാശമാണ്, എന്ത് ക്വാളിഫിക്കേഷനാണ് സഹോദര നാഥൻ നിനക്ക് തന്നത്? അവ്വലുക, നിന്റെ തുടക്കം, നുത്ഫത്തുൻ മദിറ, ഒരു മ്ലേച്ഛമായ ഇന്ദ്രിയത്തുള്ളിയാണ്. വളരെ മ്ലേച്ഛം, ശുദ്ധമല്ല, കഴുകിക്കളയേണ്ടത് മ്ലേച്ഛം. അതുകൊണ്ട് മാലിന്യമായ ഇന്ദ്രിയത്തുള്ളിയാണ് നിന്റെ തുടക്കം. വാഖിറുക ജീഫത്തുൻ ഖദിറ, നിന്റെ ഒടുക്കമാണെങ്കിലോ ചീഞ്ഞളിയുന്ന ഒരു ജഡമാണ്, ചീഞ്ഞു നാറുന്ന മലീമസമായ ഒരു ശവമാണ്, ദുർഗന്ധം വമിക്കുന്ന ഒരു മൃതദേഹമാണ്. വിദേശത്ത് നിന്ന് പിന്നെ ബന്ധുക്കൾ വരണമെന്നെങ്ങാനും പറയുകയാണെങ്കിൽ ഒരു 12 മണിക്കൂർ കൂടി മയ്യത്തിന് ഇവിടെ വെക്കണം എന്നുള്ള ഓർഡർ കിട്ടുകയാണെങ്കിൽ കോഴിക്കോട് പോയിട്ട്, തിരൂര് പോയിട്ട്, പെരിന്തൽമണ്ണയിൽ പോയിട്ട് ഫ്രീസർ സംവിധാനമുള്ള ഇലക്ട്രിസിറ്റി വൈദ്യുതി കണക്ഷൻ കൊടുത്തിട്ട് പ്ലഗിന് കുത്തി സ്വിച്ച് ഓൺ ചെയ്തിട്ട് വർക്ക് ചെയ്യുന്ന വൈദ്യുതീകരണ സംവിധാനങ്ങളുള്ള മയ്യത്ത് കട്ടിൽ വീട്ടിൽ വെക്കേണ്ടി വരികയാണ്. 12 മണിക്കൂർ നേരത്തേക്ക് കൂടി മയ്യത്തായി പോയാൽ നമ്മുടെ ഡെഡ് ബോഡി വീട്ടിൽ വെക്കാൻ സാധ്യമല്ല. ആഖിറുക ജീഫത്തുൻ മദിറ, നിന്റെ ഒടുക്കമെന്ന് പറയുന്നത് ചീഞ്ഞു നാറുന്ന ഒരു മൃതദേഹമാണ് സഹോദര. വഅൻത ബൈനഹുമാ, ആ മനിയ്യ് മുതൽ ജഡം വരെയുള്ള പ്രയാണത്തിന്റെ ഇടയിൽ തഹ്മിലുൽ ബദിറ, ഈ 2 മ്ലേച്ഛങ്ങൾക്കിടയിൽ നീ ചുമന്നുകൊണ്ടിരിക്കുന്നതും മ്ലേച്ഛം. മ്ലേച്ഛത്തിൽ നിന്ന് തുടക്കം, മ്ലേച്ഛത്തിലേക്ക് അവസാനം. ഈ 2 മ്ലേച്ഛങ്ങൾക്കിടയിൽ നീ വഹിച്ചുകൊണ്ടിരിക്കുന്നതും മ്ലേച്ഛം. എന്നിട്ട് ഈ ഒരു പ്രതിഭാസത്തിന്റെ പേരാണ് മനുഷ്യൻ. എത്ര സുന്ദരം ആ വാക്ക്! ആ വാക്കിന്റെ സൗന്ദര്യം ഒന്ന് ആലോചിച്ചു. എന്നിട്ട് അല്ലാഹു തആല ഈ മ്ലേച്ഛങ്ങൾക്കിടയിലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ, എന്ത് ഇവന്റെ കോർവ അല്ലേ, പിന്നെ അങ്ങനെ അല്ലാഹു തആല പറഞ്ഞില്ലേ, പിന്നെ മനുഷ്യ ഫീ ഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം, ഒന്നിന് പിറകെ ഒന്ന്. ഒരു സന്ധിയെ ഫിറ്റ് ചെയ്തു, അവിടെ ഒരു വിജാഗിരി സിസ്റ്റം കൊടുത്തു. അതിൻ്റെ മുകളിൽ വേറൊരു സന്ധിയെ ഫിറ്റ് ചെയ്തു, അവിടെ ഒരു വിജാഗിരി സിസ്റ്റം കൊടുത്തു. ഒരു വിരലിന് എത്ര സന്ധി, ഒരു വിരലിന് എത്ര മടക്കുകൾ, കണ്ണിന്റെ ഭാവം, നെറ്റിയുടെ ചുളിവ് പോലും ഒരു ഭാഷയാണ്. ഈ വിരൽ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഒരു ഭാഷ, തുറിച്ച നോട്ടത്തിൽ ഒരു ഭാഷ, രൂക്ഷമായ നോട്ടത്തിന് വേറൊരു ആശയം, മന്ദസ്മിതം തൂങ്ങുന്നതിൻ്റെ കൂടെ ലാളിത്യം കലർന്ന ഒരു പശിമയുള്ള ഒരു നോട്ടം നോക്കുമ്പോൾ അതിന് വേറൊരു ഭാഷ.
എന്നിട്ട് ഈ മനുഷ്യരൂപത്തിൽ എന്തൊക്കെ ആകാരങ്ങൾ, എന്തൊക്കെ സൗഷ്ഠവങ്ങൾ, എന്തൊക്കെ അനുരാഗങ്ങള്, എന്തൊക്കെ സൗന്ദര്യങ്ങള് അല്ലാഹു തആല പടച്ചിരിക്കുകയാണ്. വാക്കുച്ചരിക്കാൻ നാക്ക്, വാക്കുകളെ മനോഹരമായി കൊണ്ടുപോകാൻ അധരം. അലം നജഅൽ ലഹു ഐനൈൻ, മനോഹരമായ രണ്ട് കണ്ണുകളെ നാം അവന് കൊടുത്തില്ലയോ? അല്ലാഹു ചോദിക്കുന്ന ചോദ്യം, ഈ കണ്ണുകളിൽ എപ്പോഴും ആർദ്രതയാണ്, ഈ കണ്ണുകളിൽ എപ്പോഴും നനവാൻ. ഈ കണ്ണ് നനയാതെ പോയാൽ അത് ഡ്രൈ ആയി പോകുന്നതാണ്. ആ നേരത്തെ ഈ കണ്ണിലേക്ക് ഏതെങ്കിലും പൊടിപടലങ്ങൾ കടന്നു വന്നാൽ അത് മാരകമായ വിഷാംശമായി മാറുന്നതാണ്. അത് നിന്റെ കണ്ണിന്റെ പാടയുടെ മുകളിൽ ഒട്ടിപ്പിടിക്കുന്നതാണ്. ആരാണ് മുഴുവൻ നേരവും നമ്മുടെ കണ്ണിന് നനവ് തന്നത്? വായിന്റെ ഉള്ളിൽ എപ്പോഴും ഉറവ പൊട്ടുകയാണ്. ഈ വായിന്റെ ഉള്ളിൽ ഒരു ഉമിനീരിന്റെ അംശം ഇറക്കി അത് റീസൈക്ലിംഗ് സിസ്റ്റം, റൊട്ടേഷൻ സംവിധാനത്തിലൂടെ വീണ്ടും എവിടെ നിന്നോ ഉമിനീര് പൊടിയാൻ, ഒരു ഉറവ പോലെ, ഒരു പ്രവാഹം പോലെ, ഒരു ജലധാര പോലെ. ഈ വായിന്റെ ഉമിനീരൊന്ന് സ്റ്റോപ്പായി കഴിഞ്ഞാൽ നാക്ക് എവിടെയാണോ കിടക്കുന്നത്, അത് അണ്ണാക്കിനോട് ചേർന്നാണോ കിടക്കുന്നത്, അത് താഴെ അണ്ണാക്കിനോട് ചേർന്നാണോ കിടക്കുന്നത്, അവിടെ ഒട്ടിപ്പിടിക്കും, ഫ്രീസാകും. പിന്നെ മനുഷ്യ ജന്മണ്ടെങ്കിൽ ആ നാവിനെ പൊക്കാൻ നിനക്ക് സാധ്യമല്ല. അതിൻ്റെ ഇടയിലാണ് അലം നജഅൽ ലഹു ഐനൈൻ. ഭദ്രമായ അസ്ഥി കൂടാരത്തിന്റെ ഉള്ളിൽ ഒരു ഫുട്ബോൾ വന്നിട്ട് മുഖത്തങ്ങട്ട് അടിച്ചാലും കണ്ണ് സേഫാണ്. ഭദ്രമായ അസ്ഥി കൂടാരത്തിന്റെ ഉള്ളിൽ നിന്റെ സുരക്ഷിതമായ രണ്ട് കണ്ണുകളെ നാം ഫിറ്റ് ചെയ്തില്ലയോ? നിനക്ക് തന്നെ വലിസാനൻ, നാവ് തന്നില്ലയോ? വശഫതൈൻ, രണ്ട് അധരങ്ങൾ തന്നില്ലയോ? ആ അധരങ്ങളെ കൊണ്ടാണ് സംസാരിക്കുന്നത്. ആ അധരം വിടർത്തുമ്പോഴാണ് പുഞ്ചിരി തൂകുന്നത്. എന്നിട്ട് ഇസ്ലാം പറയാൻ, ഈ ചെറിയ രണ്ട് അധരങ്ങളെ നീ ഒന്ന് വിടർത്തിയാൽ സ്വതക്കയാണ്. എന്തൊരു വലിയ ആശയങ്ങളാണ്. ഒരു വഴിയിലൂടെ ഇവിടുന്ന് ഇങ്ങനെ പോവാണ് നമ്മൾ. അപ്പം നമ്മളോട് തെറ്റിദ്ധാരണ, നമ്മളെപ്പറ്റി വേറെന്തോ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് നടത്തിയ വേറൊരാൾ ആ വഴിയിലൂടെ തിരിച്ചു വരികയാണ്. നമുക്കും അയാൾക്കും സംസാരിക്കാനുള്ളൊരു അവസരം പോലും കിട്ടിയിട്ടില്ല. ഈ ദുരൂഹതൻ്റെ പേരിൽ നമ്മൾ അയാളോടും അയാൾ നമ്മളോടും സംസാരിക്കാൻ തുനിഞ്ഞിട്ടുമില്ല. അതിൻ്റെ ഇടയിലാണ് ഇവിടുന്ന് കൊടക്കൽ അങ്ങാടിയിൽ നിന്ന് നമ്മളിങ്ങനെ വെന്നിയൂർക്ക് പോകുമ്പോൾ റോഡ് വഴി നടക്കുമ്പോൾ എതിർ ദിശയിലൂടെ അയാൾ വരുന്നുണ്ട്. നമ്മൾ യാതൊരു പിഷ്കുമില്ലാതെ ഒന്നങ്ങോട്ട് പുഞ്ചിരിച്ചു, അയാൾ ഇങ്ങോട്ടും പുഞ്ചിരിച്ചു. ഇയാൾ വീട്ടിൽ പോയിട്ട് പറഞ്ഞു, ആരെ പറഞ്ഞ് അവൻ എന്നോട് അങ്ങനെ ദേഷ്യമുണ്ട്, ഇങ്ങനെ ദേഷ്യമുണ്ട്, ആരെ പറഞ്ഞ് അവൻ എന്നെ പറ്റി അങ്ങാടിയിൽ നിന്ന് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഒക്കെ പൊള്ളയാണ്, എല്ലാം തെറ്റാണ്. കാരണം അവൻ മനസ്സ് തുറന്ന് എന്നോട് ചിരിച്ചിട്ടുണ്ട്. അവൻ്റെ ഹൃദയമാണത് വിടർന്നത്. രണ്ട് പുഞ്ചിരി, രണ്ട് ചുണ്ടൊന്ന് വിടർന്നാൽ സദഖ അൻ തൽഖ അഖാക ബിവജ്ഹിൻ തലീഖിൻ സദഖ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. തബസ്സുമുക ഫീ വജ്ഹി അഖീക സദഖ. നിന്റെ സഹോദരന്റെ മുഖത്ത് നോക്കി നീ ഒന്ന് പുഞ്ചിരിക്കൽ ദാനമാണ്, ദാനമാണ്, ദാനമാണ് സഹോദരാ. അതുകൊണ്ട് ആ ദാനത്തിന് വേണ്ടി നമ്മൾ നിലകൊള്ളണം. പരിശുദ്ധ മതത്തിന്റെ ഇത്തരത്തിലുള്ള വശങ്ങളിലേക്ക് ലോകം സഞ്ചാരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എവിടെയും MP അപ്പൻ എന്ന് പറയുന്ന ഹൈന്ദവനായ കവിയാണ് ആചാരങ്ങളെ അനുഷ്ഠാനങ്ങളെ മുറതെറ്റാതെ കൊണ്ടുപോകുന്ന ഇസ്ലാമിന്റെ അനുയായിയുടെ ജീവിതം കണ്ടിട്ട് കവിത പാടിപ്പോയത്. മുസ്ലിം ജീവിത മോഹനഗാനം ഭൂതചരിത്ര വിപഞ്ചീലീനം. മുസ്ലിം ജീവിത മോഹനഗാനം ഭൂതചരിത്ര വിപഞ്ചീലീനം. ആമണി വല്ലകി മീട്ടുകിലെങ്ങും മുസ്ലിം ജീവിത മധുരിമതിങ്ങും. ആമണി വല്ലകി മീട്ടുകിലെങ്ങും മുസ്ലിം ജീവിത മധുരിമതിങ്ങും. നമ്മൾ അങ്ങനെ ജീവിക്കണം എൻ്റെ പ്രിയപ്പെട്ടവരെ. അതുപോലെ തന്നെയാണ് പരിശുദ്ധ ഇസ്ലാമിന്റെ ശിക്ഷാമുറകൾ. ഇസ്ലാമിന്റെ ശിക്ഷാമുറകളെ കണ്ടിട്ട് പരിശുദ്ധ ഇസ്ലാമിന്റെ ഈ ശാന്തല തീരത്തേക്ക് കടന്നു വന്ന ഒരുപാട് ആളുകൾ വിദേശ രാജ്യങ്ങളിൽ അവരുടെ അനുഭവങ്ങളെ തുറന്നു പറഞ്ഞ് ഒരുപാട് യാഥാർത്ഥ്യങ്ങൾ ഇതിനോടകം തന്നെ കഴിഞ്ഞു പോയിട്ടുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ. മഖ്സൂം വംശത്തിൽപ്പെട്ട ഗോത്രത്തിൽപ്പെട്ട ഒരു പെണ്ണ് മോഷണം നടത്തുകയാണ്. മഖ്സൂം ഗോത്രം എന്ന് പറഞ്ഞാൽ അന്ന് അറബികൾക്കിടയിൽ വലിയ പേരും പ്രതാപവുമുള്ള ഗോത്രമാണ്. ആ ഗോത്രത്തിൽപ്പെട്ട ഒരു പെണ്ണാണ് മോഷണം നടത്തിയത്. ഒരു ഉത്സവം നടന്നുകൊണ്ടിരുന്ന കാലഘട്ടമാണ്. എല്ലാവരും ഉത്സവപ്പറമ്പിലേക്ക് പോയപ്പോ ഈ പെണ്ണി ഉത്സവപ്പറമ്പിലേക്ക് പോകുന്നതിന് പകരം അയൽവാസിയുടെ വീട്ടിൽ കയറി ആ വീട്ടിലുള്ള വിലപിടിപ്പുള്ള എന്തോ വസ്തുവിനെ മോഷണം നടത്തുകയാണ്.
പിടിക്കപ്പെടുകയാണ്. അത് തുണ്ടി സഹിതം പിടിക്കപ്പെടുകയാണ്. അത് സോളിഡ് എവിഡന്റോടുകൂടെ പിടിക്കപ്പെടുകയാണ്. മഖ്സൂമുകാരിയായ പെണ്ണാണ് മോഷണം നടത്തിയത് എന്ന് പരിശുദ്ധ പ്രവാചക തിരുമേനിയുടെ കോടതിയിൽ വന്നിട്ട് തെളിവ് സഹിതം സാക്ഷികൾ വിസ്താരം നടത്തിയപ്പോ കോടതിയിലെ ജഡ്ജായ വിധികർത്താവായ നബി തിരുമേനി വിധി പ്രസ്താവം നടത്തിപ്പോയി. ഇസ്ലാമിലുള്ള പെണ്ണാണോ ഇസ്ലാമിന്റെ ശിക്ഷാരീതി ഇവിടെ നടപ്പാക്കുന്നതാണ്. അവിടെ തറവാടിന്റെ പ്രശ്നമില്ല, ലിംഗത്തിന്റെ പ്രശ്നമില്ല, അഭിജാത്യത്തിന്റെ പ്രശ്നമില്ല, കുലമഹിമയുടെ പ്രശ്നമില്ല, സമ്പത്തിന്റെ പ്രശ്നമില്ല, വർണ്ണത്തിന്റെ പ്രശ്നമില്ല. അതുകൊണ്ട് കട്ടവന്റെ കൈമുറിക്കണം എന്നാണ് ഇസ്ലാമിന്റെ നീതി, ഇസ്ലാമിന്റെ നിയമം. ആ നിയമം നടപ്പാക്കാൻ പരിശുദ്ധ കോടതിയിലെ ന്യായാധിപനായ പ്രവാചക തിരുമേനി സഹാബത്തിന് നിർദ്ദേശം കൊടുക്കുകയാണ്. വല്ലാത്ത ചർച്ചയായി. മസ്സൂം ഗോത്രക്കാരാണെങ്കിൽ വലിയ പേരും പ്രതാപുള്ള ഗോത്രക്കാരാണ്. അവരുടെ ഉന്നതരായ ആളുകൾ, ആ ഗോത്രത്തിന്റെ ഉന്നതാധികാര സമിതി ഒരു അടിയന്തര യോഗം കൂടുകയാണ്. അവിടെ ബന്ധപ്പെട്ട ഉന്നതന്മാരായ ആളുകളെ മാത്രം വിളിച്ചു വരുത്തിയിട്ടുള്ള ഒരു അടിയന്തരമായ യോഗമാണ്. ആ യോഗത്തിൽ പരിശുദ്ധ പ്രവാചക തിരുമേനിയുടെ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹുവിന്റെ റസൂലിനോട് വലിയ സമ്പർക്കം പുലർത്തുന്ന നിബിതങ്ങളെ കൂട്ടുകാരനെ പോലെ കൊണ്ടു നടക്കുന്ന ഉസാമത്ത് ബിൻ സൈദ് എന്ന് പറയുന്ന സഹാബിയെയും അവർ ക്ഷണിച്ചിരുന്നു. മറ്റൊന്നു കൊണ്ടുമല്ല, ഉസാമ ഈ ഗോത്രക്കാരനാണ് എന്ന് മാത്രമല്ല, ഈ കട്ടപ്പെണ്ണിന്റെ കുടുംബക്കാരനാണ് എന്ന് മാത്രമല്ല, പരിശുദ്ധനായ അധിപനായ റസൂലുള്ളാഹിന്റെ അടുത്ത സുഹൃത്തു കൂടിയാണ്. മഖ്സൂമ ഗോത്രത്തിന്റെ തലവന്മാർ ഉസാമ റളിയല്ലാഹു അൻഹുവിനെ ഒന്ന് പൊക്കി വെച്ചു. ഉസാമ, നീ ഈ ഗോത്രത്തിന്റെ അവകാശി മാത്രമല്ല, മുഹമ്മദ് മുസ്തഫാന്റെ അടുക്കൽ വലിയ സമീപമുള്ള മനുഷ്യനാണ്. റസൂലുള്ളാഹിനോട് കാര്യം പറയാൻ സ്വാതന്ത്ര്യമുള്ള മനുഷ്യനാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ഉസാമ, നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു പെണ്ണ് മോഷണം നടത്തി. അത് തെളിയിക്കപ്പെട്ടതിന്റെ പശ്ചാത്തലത്തിൽ അവരുടെ കയ്യെങ്ങാനും മുറിക്കപ്പെട്ട് കഴിഞ്ഞാൽ അത് ഈ ഗോത്രത്തിന് മുഴുവൻ നാണക്കേടാണ്. അതുകൊണ്ട് ഈ പെണ്ണിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു കൺസെഷൻ ചെയ്തു തരാൻ, ഒരു ആനുകൂല്യം, ഒരു വിട്ടുവീഴ്ച ചെയ്തു തരാൻ പരിശുദ്ധ റസൂലുള്ളാഹിനോട് പോയി പറയണം. അതിന് അങ്ങയെ ഞങ്ങളെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. അടിയന്തര യോഗത്തിന്റെ ഉന്നതാധികാര സമിതി ഈ ഉത്തരവാദിത്തം ഉസാമത്ത് ബിൻ സൈദിനെ ഏൽപ്പിക്കുകയാണ്. പിറ്റേ ദിവസം പരിശുദ്ധ റസൂൽ അവിടുത്തെ പള്ളിയിൽ ഇരിക്കുമ്പോ റസൂലുള്ളാഹിന്റെ ഭാവം മൂട് നോക്കി, നല്ല ഭാവമാണോ എന്ന് നോക്കി ഉസാമത്ത് ബിൻ സൈദ് റളിയല്ലാഹു അൻഹു സലാം പറഞ്ഞ് സദസ്സിലേക്ക് കയറി ചെല്ലുകയാണ്. പരിശുദ്ധ റസൂൽ കൈ പിടിച്ച് സലാം അടക്കി പുഞ്ചിരിയോടുകൂടെ തന്നെ തോളിൽ കൈ വെച്ചു. എന്തൊക്കെയുണ്ട് ഉസാമ, എന്തൊക്കെയുണ്ട് വർത്തമാനങ്ങൾ ഉസാമ? എല്ലാം നല്ല രീതിയിൽ പോകുന്ന നബിയെ. സൗഹൃദ സംഭാഷണത്തിന്റെ ഇടയിലൂടെ നബിതങ്ങൾ ഇപ്പൊ നല്ല ഒരവസ്ഥയിലാണ്, നല്ല സന്തോഷത്തിന്റെ മൂഡിലാണ് എന്ന് മനസ്സിലാക്കിയ ഉസാമത്ത് ബിൻ സൈദ് കൂട്ടത്തിൽ പറഞ്ഞു പോയി, നബിയെ, വളരെ ഗൗരവമുള്ള ഒരു കാര്യം പരിശുദ്ധനായ അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് എന്റെ ഗോത്രത്തലവന്മാരെ ചുമതലപ്പെടുത്തിയതിന്റെ പേരിൽ ഈ ഉസാമ കടന്നു വന്നത്. നബിയെ, പറ ഉസാമ കാര്യം. ഉസാമ കാര്യം പറഞ്ഞുപോയി. അത്ര നേരം പുഞ്ചിരിച്ച നായകൻ പൊട്ടിത്തെറിച്ചുപോയി. അത്ര നേരം മന്ദസ്മിതം തൂകിയ നായകൻ ഞെട്ടിത്തെറിച്ചുപോയി. പരിശുദ്ധ റസൂലുള്ളാഹിന്റെ കണ്ണിൽ തീക്കട്ട ജ്വലിക്കും പോലെ വർണ്ണം മാറി. അവിടത്തെ കണ്ടമിടറി, അവിടത്തെ സ്വരം മാറി, അവിടത്തെ ഭാവം മാറി. ഇറങ്ങിപ്പോവടാ ഉസാമ, മുഹമ്മദിന്റെ സദസ്സിൽ നിന്ന് ഇറങ്ങിപ്പോകണം. അതാണ് മുഹമ്മദിന് നീ പറയാനുള്ളത്. ഒരു കാര്യം നീ മനസ്സിലാക്കണം. ഫാത്തിമ ആരാൻ? ഞാൻ ഫാത്തിമയുടെ ആരാൻ? ഫാത്തിമ എന്റെ ആരാൻ? അത് എനിക്കും നിനക്കും മാത്രല്ല അറിയാം, ലോക ജനതക്ക് മുഴുവൻ അറിയുന്ന കാര്യമാണ്. എന്റെ ബിൽഗയാണ് ഫാത്തിമ, എന്റെ കരളിന്റെ കഷ്ണമാണ് ഫാത്തിമ. ആ ഫാത്തിമയെ കാണാതെ ഒരു യാത്ര മുഹമ്മദ് തുടങ്ങിയിട്ടില്ല. എനിക്ക് യാത്ര ചെയ്യുമ്പോ അവസാനം കാണേണ്ടതും ഫാത്തിമ. ഒരു യാത്ര കഴിഞ്ഞ് തിരിച്ചു വന്നാൽ ആദ്യം കാണേണ്ടതും ഫാത്തിമ. എന്റെ കരളിന്റെ കഷ്ണമായ ഫാത്തിമയാണ് മോഷണം നടത്തപ്പെട്ടത് എന്ന് അറേബ്യയുടെ മണലാരണ്യത്തിൽ സാക്ഷി വിസ്താരം നടത്തപ്പെട്ടാൽ
ചെയ്താൽ ലഖതഅതു യദഹാ, അവളുടെ കൈ മുറിക്കാനുള്ള കഠാര മുഹമ്മദ് മറ്റൊരാളെ ഏൽപ്പിക്കൂല. എന്റെ കരളിന്റെ കഷ്ണമായ ഫാത്തിമാന്റെ കരച്ഛേദം പിതാവായ ഞാൻ തന്നെ നടത്തും. വലൗ അന്ന ബിൻത മുഹമ്മദിൻ ഫാത്തിമത സരിഖത്ത് ലഖതഅതു യദഹാ. എന്നിട്ടാണോ ഉസാമ മഖ്സൂം വംശത്തിലുള്ള ഒരു പെണ്ണ്, ഇത് അല്ലാഹുവിന്റെ ദീനാണ്, ഇത് കുട്ടിക്കളിയല്ല, തമാശയല്ല. ഇവിടെ മനുഷ്യർക്കിടയിൽ വേലികെട്ടില്ല, ഇവിടെ വർണ്ണങ്ങൾക്കിടയിൽ അതിർത്തി നിശ്ചയിക്കലില്ല, ഇവിടെ ഗോത്രങ്ങൾക്കിടയിൽ ക്ലാസിഫിക്കേഷൻ ഇല്ല, ഇവിടെ തറവാടുകൾക്കിടയിൽ ഡിസ്ക്രിമിനേഷൻ ഇല്ല. അടിമ ചെയ്ത തെറ്റിന് ഉടയ തമ്പുരാന്റെ പ്രായശ്ചിത്തം എന്ന ശിക്ഷാരീതിക്ക് ആനുകൂല്യങ്ങൾ കൈപ്പറ്റാൻ മുഹമ്മദിന്റെ കോടതി സമ്മതിക്കുന്ന പ്രശ്നമില്ല. ഇന്ന് നോട്ടുകെട്ടിന്റെ പേരിൽ നിരപരാധി ശിക്ഷിക്കപ്പെടുകയും തെറ്റ് ചെയ്തവൻ വിഹരിക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ച എല്ലാ രാഷ്ട്രങ്ങളിലും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഏത് രാജ്യങ്ങളിലാണ് കാണാത്തത്? മാനസിക നില തെറ്റിയ ആളാണ്, മാനസിക നില തകരാറിലായ ആളാണ് എന്ന് പറഞ്ഞ് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ചുളുവിൽ സർട്ടിഫിക്കറ്റ് കൈപ്പറ്റിയിട്ട് കഴുകക്കണ്ണിൽ നിന്ന്, കഴിമരത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന രാഷ്ട്രീയത്തിന്റെ അപ്പോസ്തലന്മാരുടെ മുമ്പിൽ ലോകത്തിന്റെ നായകരെ, അങ്ങ് പരിശുദ്ധ മതത്തിന്റെ ഗാംഭീര്യമാണ്, പരിശുദ്ധ മതത്തിന്റെ നിലപാടാണ് പഠിപ്പിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് ഇസ്ലാമാണ്, വിട്ടുവീഴ്ചയില്ല. റുഫിയത്തിൽ അഖ്ലാം, നിയമത്തിന്റെ പേന വെച്ചു. ആ പേന കൊണ്ടെഴുതിയ പേജുകൾ ഉണങ്ങിപ്പോയിരിക്കുകയാണ്. അവിടെ ഇനി അമെൻമെന്റ് പാടില്ല, അമെൻമെന്റ് പാടില്ല. റമദാൻ 30 ദിവസം നോമ്പ് എന്നുള്ളത് ഇസ്ലാമിന്റെ അന്നത്തെ ആചാരമാണ്. അമെൻമെന്റ് പറ്റൂല. 3/2 ഭൂരിപക്ഷം കിട്ടിയാലും അമെൻമെന്റ് പറ്റൂല. ഖുർആൻ വെള്ളിപുള്ളി വ്യത്യാസമില്ലാതെ അന്നും ഉണ്ട്, ഇന്നും അതേ വേദഗ്രന്ഥമുണ്ട്. അമെൻമെന്റ് പറ്റൂല. ഇവിടെ ഒരു പഴയ നിയമമല്ല, ഇവിടെ ഒരു പുതിയ നിയമമല്ല, ഒറ്റ നിയമം, ആകെയുള്ളത് ഒറ്റ നിയമമാണ്. അതുകൊണ്ടാണ് റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാതില സുബ്ഹാനക ഫഖിനാ അദാബന്നാർ. ആ ഇസ്ലാമിന്റെ ശിക്ഷാരീതി കണ്ടിട്ട് എത്ര ആൾക്കാർ ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട്. ഇനി ഇസ്ലാമിന്റെ ആരോഗ്യവശം ഒന്ന് നോക്കുക. നമ്മൾ ആഫിയത്തില്ലാത്ത മനുഷ്യന് ഇസ്ലാമിൽ മെമ്പർഷിപ്പ് ഇല്ലാത്ത പോലെയാണ് ഇസ്ലാം പറയുന്നത്. അൽ-മുഅ്മിനുൽ ഖവി അഹബ്ബു ഇലല്ലാഹി മിനൽ മുഅ്മിനിൽ ളഈഫ്. നല്ല തന്തുറുസ്തിയുള്ള, മുസ്തഹക്കമായ, മസ്ബൂത്തായ, നല്ല ശക്തിയുള്ള, ആരോഗ്യമുള്ള, എനർജിയുള്ള മുസ്ലിം അള്ളാഹുവിന്റെ അടുക്കൽ ശക്തിയില്ലാത്ത മുസ്ലിമിനേക്കാൾ സംതൃപ്തനാണ്, ശ്രേഷ്ഠനാണ്, സ്വീകാര്യനാണ്. അപ്പൊ ഒരു ചോദ്യം ഉണ്ടാവും, ആഫിയത്തൊക്കെ പഠിച്ചോൻ തരണല്ലേ? എന്നിട്ടും അല്ലാഹു തആലാന്റെ റസൂൽ പറയാണ് അൽ മുഅ്മിനുൽ ഖവിയ്യു, പവർഫുള്ളായ മുഅ്മിൻ അഹബ്ബു ഇലല്ലാഹി മിനൽ മുഅ്മിനിൽ ളഈഫ്, ളഈഫായ മുഅ്മിനിനേക്കാൾ അല്ലാഹുക്ക് ഇഷ്ടപ്പെട്ട ആളാണ്. ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ളുഅഫ് ഇബാദത്തിനെ ബാധിക്കുന്ന വലിയൊരു പ്രശ്നമാണ്, വലിയൊരു പ്രശ്നമാണ്. ആഫിയത്ത്. സുബൈന്റെ കുനൂത്തിൽ നമ്മൾ ദ്വാരക്കണ സമയത്ത്, സുബൈന്റെ കുനൂത്തിൽ നമ്മൾ ദുആ ചെയ്യുമ്പോൾ പരിശുദ്ധനായ തമ്പുരാനോട് പറയാൻ ഹിദായത്ത് തന്ന ശേഷം പിന്നെ ദുആ ചെയ്യുന്നത് ആഫിയത്തിന് വേണ്ടിയാണ്. അല്ലാഹുമ്മ ഹ്ദിനി ഫീമൻ ഹദൈത് വഅഫിനി ഫീമൻ ആഫൈത്. അല്ലാഹുവേ, നീ ഹിദായത്ത് നൽകണേ തമ്പുരാനെ. ഹിദായത്ത് ചോദിച്ച മനുഷ്യൻ പിന്നെ റബ്ബിനോട് ചോദിക്കുന്നത് ആഫിയത്താണ്. അപ്പൊ ഹിദായത്ത് കിട്ടിയാൽ പിന്നെ നമുക്ക് വേണ്ടത് ആഫിയത്താണ്. ആഫിയത്തില്ലാതെ എങ്ങനെ അമൽ ചെയ്യാൻ പറ്റും? 60-ാമത്തെ വയസ്സിലും 70-ാമത്തെ വയസ്സിലും 75-ാമത്തെ വയസ്സിലുമാണ് ഖിയാമുൽ ലൈലിന്റെ പ്രാധാന്യം, ഒരു തഹജ്ജുദ് നിസ്കാരത്തിന്റെ പ്രാധാന്യം എന്താണെന്നുള്ളത് ഒരു വോയിസ് ക്ലിപ്പിലൂടെ മനസ്സിലായത്. ആ നേരത്ത് ശരീരം പറഞ്ഞാൽ കേൾക്കൂല, ബോഡി പറഞ്ഞാൽ കേൾക്കൂല. ആ നേരത്ത് നമ്മൾ വെള്ളിപ്പായിരിക്കുന്ന സമയത്തൊന്ന് കടന്നു കഴിഞ്ഞാൽ ഒന്ന് ചെരിച്ച് കിടക്കണമെങ്കിൽ പേരക്കുട്ടി വന്നിട്ട് പുറത്തൊന്ന് ഉന്തിത്തരണം. ഈ സമയത്ത് രാത്രി 3:30 മണിക്ക് എണീറ്റിട്ട് എങ്ങനെ തഹജ്ജുദ് നിസ്കരിക്കാൻ കഴിയും? അപ്പോൾ ഊഷ്മളതയുടെ ഒരു സമയമുണ്ട്. ഈ 30-ന്റെ നിറവ്, ഈ 35-ന്റെ നിറവ്, ഈ 40-ന്റെ നിറവ്, വല്ലാത്തൊരു നിറവാണ്. ആരോഗ്യം നിറഞ്ഞു കിടക്കുന്ന സമയമാണിത്. ശരീരം പറഞ്ഞാൽ കേൾക്കുക എന്നുള്ളൊരു പ്രായമാണിത്. എന്താ, നമ്മുടെ ശരീരത്തിനോട് നമ്മളൊന്ന് ആക്ഷൻ കൊടുത്താൽ മതി. ഒന്ന് എണീക്കണം, നമ്മൾ എണീക്കുകയാണ്. ഒന്ന് നടക്കണം, നമ്മൾ നടക്കുകയാണ്. ഒന്ന് ഓടണം, നമ്മൾ ഓടുകയാണ്. ഒന്ന് ചാടണം, ചാടുകയാണ്.
ആ നേരത്താണ് തഹജ്ജുദിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ തഹജ്ജുദ് നിസ്കരിക്കാൻ എന്തൊരു പെർഫെക്ഷൻ ഉണ്ടാവും, ആ തഹജ്ജുദിനൊരു ഗാംഭീര്യം ഉണ്ടാവും, അതിന്റെ ചടുലത, അതിന്റെ ആർജവം, അതിന്റെ ഊർജം. ഇത് വേറെ പ്രായം ചെന്ന സമയത്ത് കിട്ടുമോ? ഇല്ല. അപ്പൊ മനസ്സ് പ്രായം ചെന്ന സമയത്ത് കിട്ടുള്ളൂ. ഇപ്പൊ തന്തുരുസ്തി ഉണ്ട്, നല്ല ആരോഗ്യമുണ്ട്, പക്ഷെ മനസ്സില്ല. അതാണ് പ്രശ്നം. വൈപരീത്യങ്ങൾക്കിടയിലാണ് നമ്മൾ നടക്കണം, ജീവിക്കണം. ചെറിയ പ്രായത്തിലാണെങ്കിൽ ഇതൊക്കെ ചെയ്യാനുള്ള മനസ്സുണ്ടാവും, ചെറിയ കുട്ടികളാകുമ്പോൾ, പഠിക്കുന്ന കുട്ടികളാകുമ്പോൾ. പക്ഷെ അന്ന് കയ്യിൽ ക്യാഷ് ഉണ്ടാവില്ല സേവനം ചെയ്യാൻ. പിന്നെ ക്യാഷ് കയ്യിൽ ഇങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് അതിനുള്ള സമയം ഉണ്ടാകില്ല. കാരണം യുവത്വത്തിൻ്റെ സമയമാണ്. ഓട്ടാണ്, രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനുള്ള ഓട്ടത്തിൻ്റെ ഇടയിൽ യൗവനം കഴിഞ്ഞു. പിന്നെ കുറേ നയിച്ചുണ്ടാക്കിയ ബാലൻസൊക്കെ ചിലപ്പം വാർദ്ധക്യ സമയത്ത് ഇങ്ങനെ ഒരു അസറ്റായിട്ട്, സേവിങ് ബാലൻസ് ആയിട്ട് കിടക്കുന്നുണ്ടാവും. പക്ഷേ അന്ന് കൊടുക്കാനും പ്രവർത്തിക്കാനുള്ള ആഫിയത്ത് ഉണ്ടാവില്ല. ചുരുക്കി പറഞ്ഞാൽ മനുഷ്യൻ്റെ ജീവിതം ഒരു പുരുഷായുസ് ഇങ്ങനെ സ്പോയിൽ ചെയ്ത് കടന്നു പോവുകയാണെന്നർത്ഥം. അവിടെയാണ് ആഫിയത്തിൻ്റെ പ്രാധാന്യം നമ്മൾ പഠിക്കേണ്ടത്. ഒരു ഹജ്ജ് നിർവഹിക്കണമെങ്കിൽ ആഫിയത്ത് പെർഫെക്റ്റ് ആകണം. നമ്മളൊക്കെ നാട്ടിൽ നിന്ന് ഹജ്ജിന് പോകുന്ന സമയപ്പോഴാ ആ അവസാനം ബാപ്പിയും വല്യാപ്പയൊക്കെ ജീവിതത്തിൻ്റെ അസ്തമാന സൂര്യനെ മുന്നിൽ ഇങ്ങനെ കാണുമ്പോൾ ഒരു പാസ്പോർട്ട് റെഡിയാക്കലും ഒരു ടിക്കറ്റ് റെഡിയാക്കലും ഒരു യാത്രക്ക് പോകലുമാണ് അല്ലേ. എന്നിട്ടോ അവിടുന്ന് ഒന്നും ചെയ്യാൻ കഴിയൂല. ഒരു തവാഫ്, വീൽ ചെയർ തവാഫ്, ഒരു സാഴി, വീൽ ചെയർ സാഴി, മുഴുവൻ വീൽ ചെയർ ഹജ്ജാണ്. യാന്ത്രികമായ ഹജ്ജ്, യന്ത്ര സംവിധാനങ്ങളുടെ ഹജ്ജായി മാറും. 30, 35, 40, 45 വയസ്സിൽ ഒരു ഹജ്ജ് ചെയ്യുമ്പോൾ ഹജ്ജിൻ്റെ പെർഫെക്ഷൻ എന്തേ കാരണം ഹജ്ജിലൊന്നും ചെല്ലാനില്ല. ഒരു മൂലയിൽ കുത്തിറന്ന് ചെല്ലാനുള്ള സാധനമല്ലല്ലോ ഇത് കയ്യും കാലും കൊണ്ട് ചെയ്ത് തീർക്കാനുള്ളതാണ്. അപ്പോൾ ആക്ടിവിറ്റീസാണ്. ഇതിന് വയസ്സാം കാലത്ത് ചെന്നിട്ട് എന്ത് കാര്യം? അപ്പം നമ്മൾ പറയും ഈജിപ്തിലുള്ള ആൾക്കാരൊക്കെ 68, 70 വയസ്സിലൊക്കെയല്ലേ വരുന്നത്. ഈജിപ്തിലെ 70-ാമത്തെ വയസ്സും കേരളത്തിലെ 70-ാമത്തെ വയസ്സും എവിടെ കിടക്കണം? ഡോളറും ഇന്ത്യൻ രൂപയും തമ്മിലുള്ള വ്യത്യാസമല്ലേ? ഇതിൻ്റെ ഇടയിലുള്ള വ്യത്യാസം എന്താണ്? ഈജിപ്തിലെ 68-കാരൻ പറഞ്ഞാൽ കേരളത്തിലെ മധുര 17-കാരൻ്റെ എനർജിയാണ്. കേരളത്തിൽ അങ്ങനെയാണോ? നമ്മുടെ ലൈഫ് സ്റ്റൈല്, നമ്മുടെ ഭക്ഷണ രീതി, നമ്മുടെ ജീവിത രീതി. 30-ാമത്തെ വയസ്സിൽ മുട്ടുവേദന, 35-ാമത്തെ വയസ്സിൽ കൊളസ്ട്രോൾ, ഷുഗർ, ഇതെല്ലാം ഇതിൻ്റെ പീഡ ജഡ നരകൾക്കിടയിൽ 40-ാം വയസ്സിൽ കിടക്കണ അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അവിടെയാണ് മുഅ്മിനുൽ ഖവി, ശക്തനായ മുഅ്മിൻ, അഹബ്ബു ഇലല്ലാഹി മിനൽ മുഅ്മിനിൽ ളഈഫ്, ബലഹീനനായ മുഅ്മിനിനേക്കാൾ അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട ആളാണ് എന്ന് വിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുതുബ നിർവഹിക്കുന്ന മനുഷ്യനുള്ള യോഗ്യത എന്താണ്? നിന്ന് ഖുതുബ ഓതാൻ കഴിയണം. വിനീതനായി ഞാൻ വളാഞ്ചേരിയിൽ 12 വർഷമായി ആ സേവനം ചെയ്യുന്നു. 12 വർഷത്തെ സീനിയറിറ്റി ഉണ്ടല്ലോ എന്ന് കണ്ടിട്ട് എനിക്കെങ്ങാനും നിന്ന് ഖുതുബ ഓതാൻ കഴിയൂലെങ്കിൽ മഹല്ല് കമ്മിറ്റിക്കാർ വേറെ ഒരാൾ അവിടെ പോസ്റ്റ് ചെയ്യണം എന്ന്. അപ്പം മിമ്പറിൻ്റെ മുകളിൽ ഒരു ഖത്തീബായിട്ട് എനിക്ക് നിൽക്കാനുള്ള ഈ ക്വാളിഫിക്കേഷൻ ആഫിയത്താണ്. ഇല്ലെങ്കിൽ അടുത്ത ആൾ നിൽക്കട്ടെ എന്നാണ് പറഞ്ഞത്, അല്ലാതെ ഇരുന്ന് ഖുതുബ ഓതട്ടെ എന്നല്ല പറഞ്ഞത്. അപ്പം ആഫിയത്തിനൊരു മതം കൊടുക്കുന്ന പ്രാധാന്യം എത്രയാണ്? അതുകൊണ്ടാണ് ഹിദായത്തിന്റെ ശേഷം ആഫിയത്തിനെ തേടുന്നത്. 2 സുജൂദിന്റെ ഇടയിലുള്ള ഇരുത്തത്തിൽ നമ്മൾ പറയാൻ റബ്ബി ഗുഫിർലി വർഹംനി വജ്ബുർനി വർഫഅനി വർസുഖ്നി. പിന്നെ പറയാണ് വഹ്ദിനി, എനിക്ക് ഹിദായത്ത് തരണേ. അവസാനം ഹിദായത്തിന്റെ ഉടനെ പറയുന്നത് വആഫിനി, എനിക്ക് ആഫിയത്ത് തരണേ അല്ലാഹ്. നബിതങ്ങളുടെ സ്ഥിരമായ ദുആ ഏതായിരുന്നു? അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയത വൽ മുആഫാത ദായിമ. അല്ലാഹുവേ, അഫ്വ്, മാപ്പിനെയും ആഫിയത്തിനെയും ഞാൻ ചോദിക്കേണ്ട റബ്ബേ. ആഫിയത്ത് നന്നായി ചോദിക്കണം റബ്ബിനോട്. മാത്രമല്ല നമ്മൾ ബോഡി പെർഫെക്റ്റ് ആയ സമയത്ത് ഇബാദത്ത് നന്നായി ചെയ്യും വേണം. ഇനിയൊരു സമയത്ത് ഇബാദത്ത് ചെയ്യാൻ കഴിയുമെന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കരുത് എന്നർത്ഥം. ഈ ആഫിയത്തിൻ്റെ മാർഗങ്ങൾ ഇങ്ങനെ പരിശോധന നടത്തുന്ന ഇസ്ലാം എല്ലാ മേഖലയിലും ഇടപെടൽ നടത്തുന്നുണ്ടല്ലോ. ഇപ്പം ബ്രഷിങ് ആരോഗ്യത്തിൻ്റെ വലിയൊരു ശാഖയാണ്. ഡെന്റിസ്റ്റുകളൊക്കെ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മുഴുവൻ സമയം ബ്രഷ് ചെയ്യണം, മുഴുവൻ സമയം ബ്രഷ് ചെയ്യണം.
ആരോഗ്യ വിദഗ്ധർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ പല്ലിൻ്റെയും കോട്ടിൻ്റെ ഉള്ളിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്ന മൈന്യൂട്ടായിരിക്കുന്ന നെർവ്സ് കണ്ണുമായി ബന്ധപ്പെട്ടതാണ്. ചെറിയ കുട്ടികൾക്കൊക്കെ പല്ലിന് അസുഖം ഉണ്ടെങ്കിൽ വളരെ ശ്രദ്ധിക്കണം. അത് ഹൃദയങ്ങളിലേക്ക് വരെ ഞരമ്പുകൾ കടന്നു പോകുന്നതാണ്. രക്തചംക്രമണം നടത്തുന്ന മനുഷ്യ ശരീരത്തിൻ്റെ പ്രധാന ഓർഗാനുകളിലേക്കൊക്കെ പല്ലിൽ നിന്ന് ഒരുപാട് ഞരമ്പുകൾ പാസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് പല്ല് കേടാവാതെ സൂക്ഷിക്കണം, പൊത്ത് കേടാവാതെ സൂക്ഷിക്കണം എന്ന് മെഡിക്കൽ സയൻസ് പറയും. അപ്പം നമ്മൾ ബ്രഷ് ചെയ്യാനും പല്ലേച്ച് കൊടുക്കാനും എല്ലാത്തിനും ഒരുങ്ങും. അഷ്റഫുൽ ഖൽഖായി നബി തിരുമേനി പറഞ്ഞിട്ടുണ്ട്, ലൗല അൻ അശുഖ അലാ ഉമ്മത്തി, എൻ്റെ സമുദായത്തിനെങ്ങാനും ബുദ്ധിമുട്ടാകും എന്ന് നേതാവായ ഞാൻ പേടിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ലഅമർതുഹും ബിസ്സിവാക്, നിർബന്ധമായും ഞാൻ അവരോട് മിസ്വാക്ക് ചെയ്യാൻ കൽപ്പിക്കുമായിരുന്നു. ഇൻദ കുല്ലി സലാഹ, എല്ലാ നിസ്കാരത്തിന്റെ സമയം ബ്രഷ് ചെയ്യൽ ഞാൻ അവർക്ക് നിർബന്ധമാക്കുമായിരുന്നു. ലൗല അൻ അശുഖ, പിന്നെന്തേ ഞാൻ ആ ഉദ്യമത്തിൽ നിന്നും എല്ലാം മാറുന്നത് എൻ്റെ ഉമ്മത്തിന് ഞാൻ അതൊരു പ്രയാസമാവോ എന്ന് പേടിച്ചിട്ടാണ്. അപ്പം റസൂലുള്ളാഹിന്റെ ആംബിഷൻ നമ്മൾ പഠിക്കണം. 5 നേരം ബ്രഷ് ചെയ്യാൻ പറയായിരുന്നു. അറബികളെ കണ്ടിട്ടില്ല നിങ്ങൾ? ഇനി അറബി ചെക്കന്മാർ എന്ത് വലിയ കച്ചറ കുട്ടികളാണെങ്കിലും ശരി, അവരെ 2 വിരലിൻ്റെ ഇടയിൽ കണ്ടക്ടർമാർ പൈസ വെക്കണ മാതിരി അറാക്കിൻ്റെ ഒരു കഷ്ണം വെക്കാത്ത അറബി കുട്ടികൾ കുറവായിരിക്കും. സൗദി അറേബ്യയിൽ പ്രത്യേകിച്ചും അറാക്കിൻ്റെ ഒരു കഷ്ണം വിറകിൻ്റെ ഇടയിൽ ഇങ്ങനെ വെച്ചിട്ട് നല്ല തോബ് കന്തൂര കുപ്പായി ഇട്ടിട്ട് ആ കത്രയും ആ വള്ളി ഇട്ടിട്ട് ഇങ്ങനെ പള്ളിയിലേക്ക് ആരാധനാലയങ്ങളിലേക്ക് പോകുന്നത് ചെറുപ്പക്കാരായ അറബി കുട്ടികളിലടക്കം കാണുന്ന ഒരു സ്ഥിരം കാഴ്ചയാണ്. എന്നിട്ട് അവരെ ഇടക്കിടക്ക് ഇങ്ങനെ ദന്തധാവനം ചെയ്തുകൊണ്ടിരിക്കും. അറാഖ് എന്ത് കൊള്ളി കഷ്ണമായിട്ടും നിങ്ങൾക്ക് ബ്രഷിങ് നടത്താം, മിസ്വാക്ക് ചെയ്യാം. മഹാനായ അത്തിപ്പറ്റ ഉസ്താദിന്റെ ഗ്രേസ് വാലിയിലെ സലാത്ത് നടക്കുമ്പോൾ ഉസ്താദിന്റെ കുറെ മുഹിബ്ബീങ്ങളായ ആൾക്കാർ ഉസ്താദിനെ കൊണ്ടുപോയി കൊടുക്കാറുണ്ടായിരുന്നത് ഉസ്താദിന് ഇഷ്ടപ്പെട്ട സാധനമാണ് ചൈരിപ്പൊളിയായിട്ടുണ്ടാക്കിയ മിസ്വാക്ക്, ഇങ്ങനെ വളഞ്ഞ മിസ്വാക്ക്. എന്നിട്ട് നല്ല മനോഹരമായിട്ട് ചൈരിയായിട്ടുണ്ടാക്കിയ മിസ്വാക്ക് ഉസ്താദിനെ കൊണ്ടുപോയി കൊടുക്കണം. ഉസ്താദിന്റെ മുഹിബ്ബീങ്ങളുണ്ട്. എന്തേ? അത് മിസ്വാക്കിന്റെ സന്ദേശം കൊടുക്കാൻ കൂടിയാണ്, ഒരു സന്ദേശം കൊടുക്കൽ കൂടിയാണ്. അറാഖിന്റെ കഷ്ണം, ഈ അറാഖിൽ നമ്മുടെ ഈ അണുക്കളെ നശിപ്പിക്കാനുള്ള ഒരുപാട് സാധനങ്ങളുണ്ട്. നമ്മൾ കുറേ നേരം ബ്രഷ് ചെയ്യാതിരുന്നു, അതിൻ്റെ ഇടയിൽ നമ്മൾ ഒരുപാട് ഭക്ഷണം കഴിച്ചു. മലയാളികളുടെ സ്വഭാവം എന്താ? ഇടവിട്ട് ഭക്ഷണം കഴിക്കുന്ന സ്വഭാവമാണ്. അവിടുന്ന് ഇവിടുന്നൊക്കെ തിന്നും. ഒരു വീട്ടിൽ നിന്ന് മാത്രമല്ല, കടയിൽ നിന്ന് തിന്നും, അവിടുന്ന് തിന്നും, ഇവിടുന്ന് തിന്നും. പ്രത്യേകിച്ച് ഈ ചോക്ലേറ്റ്, ഈ സ്വീറ്റ്സ്, ഇതെങ്ങാനും വായിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കരം കാർബോഹൈഡ്രേറ്റിനെ ഇത് ഉൽപ്പാദിപ്പിക്കും. ഈ പല്ലിൻ്റെ ഇടയിൽ കാർബോഹൈഡ്രേറ്റ് അള്ളിപ്പിടിച്ച് കഴിഞ്ഞാൽ പല്ലിൻ്റെ ഇനാമിൽ നഷ്ടപ്പെടും, പല്ല് ദ്രവിക്കും, അതിൻ്റെ മുരടിൽ നിന്ന് ആട്ടം കുടുങ്ങും, അതിൻ്റെ ഞരമ്പുകൾ ശോഷിക്കും. അതുകൊണ്ട് ഈ ചോക്ലേറ്റിൻ്റെ അംശങ്ങൾ, കാർബോഹൈഡ്രേറ്റിൻ്റെ അംശങ്ങൾ 3 മണിക്കൂറിൻ്റെ മുകളിൽ പോയാൽ അത് രാസപദാർത്ഥമായിട്ട് മാറും. പിന്നെ അത് പല്ലിന് കേടായിരിക്കും. നിങ്ങൾ നോക്ക്, എല്ലാ നിസ്കാരത്തിന്റെ നേരത്തും ഞാൻ അവർക്ക് ബ്രഷ് ചെയ്യാൻ പറയായിരുന്നു. എല്ലാ നിസ്കാരത്തിന്റെ നേരത്തും ആ മിസ്വാക്ക്, ആ ദന്തധാവനത്തിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ വുളു ഒന്ന് നോക്ക്, ഇസ്ലാമിന്റെ ഒരു ആരോഗ്യവശം. ഡോക്ടർ അലക്സാണ്ടർ ജേക്കബിന്റെ ദി ഇൻട്രൊഡക്ഷൻ സ്പീച്ച് അബൌട്ട് ഇസ്ലാം എന്ന് പറഞ്ഞ പ്രഭാഷണത്തിൽ മുൻ DGP ഓഫ് കേരള പോലീസ്, ഡോക്ടറാണ്, ക്രൈസ്തവനാണ്, ബുദ്ധിജീവിയാണ്, വലിയ സമർത്ഥനാണ്, ജയിൽ ഡിപ്പാർട്ട്മെന്റിന്റെ IG ആയിരുന്നു, DGP ആയിരുന്നു. കേരളത്തിൽ ഒരുപാട് മേഖലയിൽ ഇടപെട്ട പരിചയ സമ്പത്തുള്ള, എന്നാൽ ബുദ്ധി വൈഭവമുള്ള, അതിൻ്റെ കൂടെ തന്നെ എല്ലാ സാരാംശങ്ങളെയും ഉൾക്കൊള്ളാനുള്ള പക്വതയുള്ള, വളരെ ഇരുത്തം വന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ്. അദ്ദേഹത്തിന്റെ മനോഹരമായ പ്രഭാഷണങ്ങളൊക്കെ യൂട്യൂബിൽ വളരെ ഹിറ്റാണ്, വൈറലാണ്. എല്ലാ മതക്കാരും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചിന്തകൻ കൂടിയാണ് കേരളം കണ്ട പോലീസ് ഉദ്യോഗസ്ഥൻ. അപ്പൊ അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്, അദ്ദേഹത്തിന്റെ 1 മണിക്കൂർ നീണ്ടു കിടക്കുന്ന ദി ഇൻട്രൊഡക്ഷൻ സ്പീച്ച് അബൌട്ട് ഇസ്ലാം എന്ന് പറഞ്ഞിട്ടുള്ള ക്രൈസ്തവനായ പോലീസ് ഉദ്യോഗസ്ഥന്റെ പ്രഭാഷണം മുസ്ലിങ്ങൾ ആദ്യം പഠിക്കണം. ഇസ്ലാം ഇത്രയും വലിയ സൗന്ദര്യമുള്ള മതമാണെന്ന് അലക്സാണ്ടർ ജേക്കബിന്റെ പ്രസംഗം കേട്ടിട്ടാണ് പല ചെറുപ്പക്കാരും മനസ്സിലാക്കിയത്. അദ്ദേഹം പറഞ്ഞു, ഇസ്ലാമിൽ മുസ്ലിങ്ങൾ സുജൂദിലേക്ക് പോകുന്നത് കൊണ്ടാണ് ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന മുസ്ലിങ്ങൾക്ക് എപ്പോഴും വളരെ പെർഫെക്റ്റ് ആയിട്ട് അവരെ കാണാൻ സാധിക്കുന്നത്.
കൃത്യമായിട്ട് നിസ്കരിക്കുന്ന എല്ലാ മുസ്ലിങ്ങളും വളരെ ഉന്മേഷമുള്ള ആൾക്കാരായിട്ട് ഞങ്ങൾ പോലീസുകാർക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നത്. അപ്പം അദ്ദേഹം പറയാണ്, ഇതിൻ്റെ സാരാംശം ഞങ്ങൾ പരിശോധിച്ചപ്പോൾ ഇതിനകത്ത് ഞങ്ങൾ പോലീസുകാർക്ക് കണ്ടെത്താൻ സാധിച്ചത് ഹൃദയത്തിൽ നിന്ന് രക്തം തലച്ചോറിലേക്ക് പാസ് ചെയ്യുന്ന പ്രധാന ആരാധനാ രീതി കൈവശമുള്ള ആൾക്കാരാണ് ഇവര്. हम लोग जब सुजूद से जाते हैं, हम सीधा ऐसे ही चलने के वक्त हमारे सर से हमारे ख़याल तक ज़हन सदर से कोई ब्लड सर्कुलेशन नहीं हो जाती है. പക്ഷെ സുജൂദിലേക്ക് നമ്മൾ പോകുന്ന നേരത്ത് ബ്ലഡ് സർക്കുലേഷൻ ഹൃദയത്തിൽ നിന്ന് നേരെ തലച്ചോറിലേക്ക് പമ്പ് ചെയ്യാണ്. കാരണം തല താഴെയും ഹൃദയം മുഴുവൻ. ഇങ്ങനൊരു ആരാധനാ രീതി ഒരു മതത്തിലും ഇല്ല. അദ്ദേഹം പറയാം, ഞാൻ നിലകൊള്ളുന്ന മതത്തിലടക്കല്ല. പിന്നെ എല്ലാ മതാചാര്യന്മാരും ഇതിനെ പഠിച്ചപ്പോഴാണ് യോഗാസനം വന്നത്. യോഗയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആസനം തല കുത്തി നിൽക്കലാണ്. മാത്രല്ല, ഇസ്ലാം മതവിശ്വാസികൾക്കിടയിൽ അവരുടെ ഇബാദത്തിന്റെ ആരാധനയുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രൗഢമായ ആരാധനയുടെ അംശം അത് സുജൂദാണ്. അഖറബു ഇലയ്യ അബ്ദി, എൻ്റെ അടിമ എന്നിലേക്ക് ഏറ്റവും അടുത്തത് സുജൂദിലാണ് എന്ന് അല്ലാഹു. എൻ്റെ അടിമ എന്നോട് ഏറ്റവും അടുക്കുന്നത് സുജൂദിലാണ്. അദ്ദേഹം പറയാൻ കേട്ടെ, ഈ മുസ്ലിങ്ങൾ 5 നേരം ഫർളായ നിസ്കാരം മാത്രം നിസ്കരിച്ചു കഴിഞ്ഞാൽ എത്ര നേരാണ് തലച്ചോറും ഹൃദയം രക്ത കൈമാറ്റം നടത്തുന്നത്. അതുകൊണ്ട് ഉന്മേഷം. പിന്നെ അവരുടെ ആരാധനാലയങ്ങളിലേക്ക് കയറി നോക്കുമ്പോൾ തന്നെ നമുക്ക് പഠിക്കാനുള്ളത്, ഒറ്റ മുസ്ലിം നിസ്കാര പള്ളിയും സ്നാനഘട്ടങ്ങളില്ലാത്ത പള്ളികളല്ല. അദ്ദേഹം പറയാൻ, എല്ലാ മുസ്ലിം നിസ്കാര പള്ളിയുടെ മുമ്പിലും പണ്ട് നമ്മൾ സ്രാമ്പ്യ എന്ന് പറഞ്ഞ നിസ്കാര പള്ളി, പണ്ട് തെക്കൻ ഭാഗത്ത് തൈക്കാവ് എന്ന് പറയുന്ന ചെറിയ പള്ളിയുടെ മുമ്പിലടക്കം ഒന്നുക്ക് കുളം അല്ലെങ്കിൽ ഹൗള് അല്ലെങ്കിൽ പൈപ്പ് ഇതില്ലാത്ത മുസ്ലിം പള്ളി ഏതാ? എന്നാ ഒരു പൈപ്പെങ്കിലുമുള്ള ഒരു ക്ഷേത്രമോ ഒരു ക്രൈസ്തവ ദേവാലയമോ ചർച്ചോ ലോകത്തില്ല. അതുകൊണ്ട് മറ്റ് മതങ്ങളുടെ ആരാധനാലയങ്ങൾക്ക് മുറ്റത്ത് സ്നാനഘട്ടങ്ങളില്ല എന്ന് മാത്രമല്ല, ഇസ്ലാമിൻ്റെ ആരാധനാലയങ്ങളിൽ സ്നാനഘട്ടമില്ലാത്ത ഒറ്റ ആരാധനാലയവും ഇല്ല എന്ന് അലക്സാണ്ടർ ജേക്കബ് സമർത്ഥിച്ചു പറഞ്ഞു.